എത്ര പെട്ടെന്നാണ് 2337 എന്നുള്ളത് 1620 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അതായത് ഒന്നും പറയാൻ പറ്റുന്നില്ല രഞ്ജിത്ത്. ഇതൊന്നും 4 റൗണ്ട് കഴിയാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല. 3 റൗണ്ടിലൊക്കെ ആദ്യ 3 റൗണ്ടുകളിലെ ലീഡ് നിലയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. 1620 വോട്ടുകൾക്ക് ഷൗക്കത്ത് മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആദ്യത്തെ 3 റൗണ്ട് പിന്നിടുമ്പോൾ അതിന്റെ ഫലസൂചനകൾ വരുമ്പോൾ മറ്റൊരു നിരീക്ഷണം കൂടി നടത്താം. അതായത് ഈ ആദ്യ 2 റൗണ്ടുകളിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പിടിച്ച വോട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇത് കഴിഞ്ഞ 2021 VV പ്രകാശ് പിടിച്ച വോട്ടുകൾക്കൊപ്പം എത്തുന്നില്ല എന്ന കണക്കുണ്ട്. അതായത് അൻവർ ചോർത്തിയ വോട്ടുകൾ UDFിൽ നിന്ന് തന്നെയാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ 2 റൗണ്ടുകളുടെ ചിത്രമാണ് ഞാൻ പറയുന്നത്. VV പ്രകാശ് പിടിച്ച വോട്ടുകളിലേക്ക് എത്താൻ വഴിക്കടവ് പഞ്ചായത്തിൽ ഇതുവരെയും ഷൗക്കത്തിനായിട്ടില്ല എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ തവണ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നതാണ്. അവിടെ പ്രകാശ് പിടിച്ച വോട്ടിലേക്ക് ഷൗക്കത്ത് ഇതുവരെ എത്തിയിട്ടില്ല. 1620 വോട്ടുകളുടെ ലീഡ് ഉണ്ടെങ്കിൽ പോലും അൻവർ പിടിച്ച വോട്ടുകൾ UDFിൻ്റെതാണ് എന്നുള്ള വളരെ കൃത്യമായ ഒരു വിലയിരുത്തൽ കൂടി ഈ ഘട്ടത്തിൽ നൽകാനുണ്ട്. 1620 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അൻവറിന്റെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ എത്ര ഭൂരിപക്ഷത്തിലേക്ക് ഒരുപക്ഷെ അൻവർ UDFിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് UDF അണികളൊക്കെ ചിന്തിച്ചു തുടങ്ങിയ നേതാക്കളൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ആദ്യ റൗണ്ടിൽ 14 ബൂത്തുകളാണ് കൗണ്ട് ചെയ്തത്. ഈ 14 ബൂത്തുകളിലെ 6 സ്വരാജ് മുന്നിലെത്തിയെന്ന ചില കണക്കുകൾ കൂടി വരുന്നുണ്ട്. നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ 14 സ്വരാജിന് അവിടെ മുന്നേറ്റമുണ്ടായി. നമുക്കറിയാം പഞ്ചായത്തിന്റെ ചില പോക്കറ്റുകളിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ UDFിന് അങ്ങനെ വ്യത്യസ്തമായ പിന്തുണ നൽകുന്ന രാഷ്ട്രീയമുള്ള ഇടമങ്ങളാവാം. അതായിരിക്കാം ഒരുപക്ഷെ പ്രകടമായത്. പക്ഷേ ഈ 14 ബൂത്തിൽ 6 സ്വരാജിന് മുന്നിലെത്താൻ കഴിഞ്ഞു എന്നതാണ് ആദ്യ റൗണ്ടിന്റെ ചിത്രം. എന്നാൽ 2ാം റൗണ്ടിൽ വലിയ മെജോറിറ്റി ഷൗക്കത്തിന് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഭൂരിപക്ഷം ഉയർന്നതിന്റെ കാരണം. പക്ഷേ ആദ്യ 2 റൗണ്ടുകളും പരിശോധിക്കുമ്പോൾ കോമൺ ആയി കാണുന്ന ഒരു ഫാക്ടർ അവിടെ പ്രകാശ് 2021 പിടിച്ച വോട്ടുകൾ ഷൗക്കത്ത് സമാഹരിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് 3000ലേക്ക് കടക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. മൂത്തേടത്ത് അൻവർ ഇനിയും വോട്ട് കൂട്ടും എന്നാണ് ഏകദേശം ഒരു കണക്കുകൂട്ടൽ. കാരണം ലീഗിന്റെ അണികളിൽ അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. സ്വാഭാവികമായിട്ടും വഴിക്കടവിൽ നേരത്തെ അനുമതി പറഞ്ഞ പോലെ വഴിക്കടവിൽ 3ാം റൗണ്ടിന്റെ കണക്കുകൾ വരുന്നു. 3ാം റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്ത് 3427 വോട്ടുകൾ നേടുന്നു. സ്വരാജ് 3197 വോട്ടുകൾ. വെറും ചെറു വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഷൗക്കത്തിനുണ്ടായത്. കൗണ്ട് ചെയ്തുള്ള കണക്കിതാ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. 230 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം. 3ാം റൗണ്ടിൽ ഷൗക്കത്തിന് 230 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം. ഭൂരിപക്ഷം കുറയുന്നു. 3ാം റൗണ്ടിൽ 230 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം. UDF ക്യാമ്പുകൾക്ക് വലിയ ആശങ്കപ്പെടുത്തുന്ന 1469 വോട്ടുകളാണ് ഇതോടുകൂടി മൊത്തം ഷൗക്കത്തിന്റെ ഭൂരിപക്ഷമായി മാറുന്നത്.